ഹായ്. ഇനി ഞങ്ങൾക്ക് ഓട്ടുപ്പഴ പച്ചരിയും ഞങ്ങൾ ചോറും ഇടില്ല. അമ്മക്ക് ചോറ് ഇഷ്ടമല്ല. അങ്ങനെ പച്ചരിയും അവിലും തേങ്ങയും ഇട്ടിട്ട് അരച്ചിട്ട് ഓട്ടുപ്പഴ കണ്ട നല്ലതിൽ കിട്ടുന്നു കേട്ടാ. അതിന് 2 കൈ വേണം. അത് പിടിക്കാത്തത് കൊണ്ട് പറ്റുന്നില്ല. ഓട്ടുപ്പുള റെഡി. ഓട്ടുപ്പുള എങ്ങനെ ഒഴിക്കണമെന്ന് കാണിച്ചു തരാ. അമ്മക്ക് ഓട്ടുപ്പുള കൊടുത്തതാണ്. അമ്മ എടുത്തു. മമ്മി ടാറ്റ പറയ്. അമ്മക്ക് സുഖമില്ല. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ട് ഒരുപാട് വെള്ളം കുടിക്കുന്നു. അങ്ങനെ ഓട്ടുപ്പഴം എടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ നല്ല ടേസ്റ്റില്ല എണ്ണയിൽ ഉപയോഗിക്കാത്തവർക്ക് നല്ലൊരു അപ്പാണ്. അപ്പോൾ ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിക്കുക. ഓട്ടുപ്പഴം ചുട്ടപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചപ്പോൾ അതിങ്ങനെ ഒരു നല്ല തുണി കൊണ്ട് തുടച്ചെടുക്കണം. അപ്പോൾ അത് നല്ല വൃത്തിയാണ്. ഞാനിങ്ങനെയാണ് ചെയ്യൽ. നിങ്ങളെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഇങ്ങനെ നല്ല തുണി കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുക. ഫസ്റ്റ് കഴുകിയിട്ട് വെക്കുന്നത്. ഒരു അപ്പം ആയതിന് ശേഷം നമുക്ക് അടുപ്പിടിച്ചിടണം. എണ്ണ വേട്ടുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക. നല്ലൊരു തുണി കൊണ്ട് തുടച്ചെടുക്കുക. തുണി കുറച്ച് നനവുണ്ടാണ്, അല്ലെങ്കിൽ അത് എടുക്കാൻ കുറച്ച് പ്രയാസമാണ്. എന്നിട്ട് ഞാൻ ഈ കയ്യിലല്ല എടുക്കുന്നത്. ഞാൻ ഇങ്ങനെ തന്നെ ഒഴിക്കുന്നത് കാണുന്നുണ്ട. ഞാനിങ്ങനെ തന്നെ ഒഴിക്കും. ഇങ്ങനെ ഒഴിക്കുമ്പോൾ നല്ല റൗണ്ടിൽ കിട്ടി. ഇപ്പം റൗണ്ടായില്ലേ. എന്നിട്ട് ഇങ്ങനെ ഇത് വരുന്നില്ലേ മേലെ ഇങ്ങനെ, അതിനെന്ത് പറയേണ്ടത്, അത് വരുമ്പോൾ എല്ലായിടത്തും അത് വരുമ്പോൾ മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഗ്യാസ് ചെറുതാക്കിയിട്ട് ഒരു 10 മിനിറ്റ് 5 മിനിറ്റോ ആകുമ്പോഴേക്ക് അത് റെഡി. 5 മിനിറ്റ് മതി, 10 മിനിറ്റ് ഒന്നും വേണം. 5 മിനിറ്റ് ആകുമ്പോൾ വെള്ളപ്പം റെഡി. ഇതൊന്നും കൂടി എടുത്ത് കാണിക്കാം. നേരത്തെ എനിക്ക് ശരിയായിട്ട് ഓരോന്ന് അത് ഗ്യാസിൻ്റെ തീ എങ്ങനെ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളപ്പം. ഇന്നലെ രാത്രി ഉറങ്ങാത്തത് കൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ കുറച്ച് ഉറങ്ങി. എല്ലാവരും ഇല്ല പോലെ രീതിയിൽ നമുക്ക് പറ്റിയില്ല. ഇന്നലെ തീരെ ഉറങ്ങിയിട്ട. ഒരുപാട് തല ഇങ്ങനെ തല ചൊറിയുന്നു. പിന്നെ വെള്ളം ഇടക്കിടക്ക് വെള്ളം കൊടുത്തു. അയ്യോ, എനിക്ക് മതിയായി ഇന്നലെ രാത്രി. അങ്ങനെ രാവിലെ എന്തൊക്കെ അറിഞ്ഞാലും 9:30 ആകുമ്പോൾ ഞാനൊരു പഴം പുഴുങ്ങിയിട്ട് കുറച്ച് ഇത് ജീരകവും കൊത്തമ്പാരിയിലെ കഷായം ആക്കിയിട്ട് കൊടുത്തു. പകുതി പഴം ഞാൻ തിന്നു. ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചു. പിന്നെ അമ്മക്ക് അത് കൊടുത്തപ്പോൾ പഴം വേണ്ടാന്ന് പറഞ്ഞു. പകുതിന്ന് ഒരു 2 കഷ്ണം തിന്നു. ബാക്കി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കഷായം കുടിച്ചിട്ട് അമ്മക്ക് ഈ അരിയുടെ ആഹാരമേ പറ്റും.
വേറെ ഒന്നും നമുക്ക് ഇഷ്ടമല്ല. ഓട്ടുപ്പുള ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഓട്ടുപ്പുള. അങ്ങനെ ഇപ്പോൾ ഓട്ടുപ്പുള ആക്കിയിട്ട് കൊടുത്തു. ചട്നി ഓട്ടുപ്പുളക്ക് നമ്മളെപ്പോലെ മീൻകറി മുട്ടക്കറി ഒന്നും കഴിക്കില്ലല്ലോ. അപ്പം ಚಟ್ನಿ ಇಷ್ಟ. ಸಾಮಿಗೆ ಮಾಡುವಾಗ ಸಂಬಳ ಹೇಳಬೇಕು. അത് അമ്മേരെ പിന്നെ ബന്ധത്തിലുള്ള ഒരാളുണ്ട്, അവരേക്ക് ഫോൺ വിളിക്കണം. നമുക്ക് ഫോണിൽ പൈസ ഇട്ടെങ്കിൽ വിളിച്ചിട്ട് കട്ടാക്കുക. ഞാനറിയാതെ ഒരുപാട് പേരെ വിളിക്കും. നമുക്ക് കുറേ ഫ്രണ്ട് ഉണ്ട്, വിളിക്കാനെല്ലാം അറിയാം. പുസ്തകം നോക്കിയിട്ട് വിളിച്ചിട്ട് കട്ടാക്കൂല. അപ്പോൾ പൈസ എങ്ങനെ ഫ്രീ കോൾ ഇട്ടെങ്കിൽ വിളിക്കാൻ ആരുമില്ല. അപ്പോൾ വിളിക്കുകയും ചെയ്യില്ല. ഫ്രീ കോൾ ഇട്ടെന്ന് വിളിക്കുകയും ചെയ്യില്ല ആരും. ഞാൻ പറയുന്നില്ലുണ്ട് 28 ദിവസം കഴിയുമ്പോൾ അത് വിളിക്കുന്നു. അപ്പോൾ വിളിക്കുകയും ചെയ്യും. മറ്റേ കോളിൽ ഞാൻ 100 രൂപ കിട്ടും മറ്റേ കോളിൽ. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് അത് തീർക്കും, പെട്ടെന്ന് തീർക്കും. അങ്ങനെയുള്ള എന്തെല്ലോ ഒരു നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു സ്വഭാവം. അവരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നീങ്ങിയാൽ മതി. എനിക്ക് അമ്മമാരെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അമ്മമാരെ കുട്ടികളെ ജീവൻ്റെ ജീവനാണ്. നിങ്ങൾക്ക് എങ്ങനെ ആരെങ്കിലും ഉണ്ടാ? പ്രായമുള്ള അമ്മമാരായിട്ടുണ്ടാ? നോക്കാൻ പറ്റാത്ത അമ്മമാരായിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരും. ഞാനിന്ന് എൻ്റെ മോൻ്റെ ഷോർട്ട് വീഡിയോ ഇടായിട്ട് എല്ലാവരും എൻ്റെ മോന് വേണ്ടിയിട്ട് തരണം. ഇതെന്നോട് നിങ്ങളോട് എനിക്ക് പറയാനും പറ്റും, നിങ്ങളോട് എനിക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇത് എൻ്റെ ഒരു അമ്മയുടെ അപേക്ഷയാണ്, തീരാ ദുഃഖത്തിൻ്റെ ഒരു അപേക്ഷയാണ്. എനിക്ക് എൻ്റെ മോനൊരു പെണ്ണാക്കി തരണം. നിങ്ങളോട് എനിക്ക് ഇഞ്ചി അപേക്ഷിക്കുന്നു. കുറേ നോക്കിയിട്ട് നമ്മളത് കിട്ടിയിട്ട് 2 എണ്ണം അടുത്ത് വന്നപ്പോൾ അടുത്തുള്ളവർ പാലിച്ചു. എന്തിനിങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ, ബൈ ബൈ. ഇതൊന്നും കൂടി എടുത്ത് കാണിച്ചിട്ട് ബൈ ബൈ പറയാമല്ലോ. അത് നല്ല അപ്പമായിട്ടുണ്ട് കേട്ടോ, നല്ല അപ്പം കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്, നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് നമുക്ക് എടുക്കാം. ഇത് വേഗം കിട്ടും. ഇത് കരയെല്ലാം ഒന്ന് ഇളകി കഴിഞ്ഞാൽ വേഗം കിട്ടും. നല്ല അപ്പമായിട്ടുണ്ട്. ഒട്ടുപ്പുള കരയിൽ അടിയിൽ കരിച്ച നല്ലൊരു അപ്പം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മതി, നമുക്ക് 2 കൊടുക്കുന്നത് സുഖമില്ലാത്തതല്ല, അപ്പോൾ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് അത്ര മതി, പിന്നെ വേണമെങ്കിൽ പിന്നെ കൊടുക്കാം. ഓക്കെ, ബൈ ബൈ. ഇത്രയേ ഉള്ളൂ. പിന്നെ നാളെ കാണാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണേ. നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ലൈക്കും സബ്സ്ക്രൈബറാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. ബൈ ബൈ.